ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് സ്നേഹയും അനഘയും കൂടി ക്ഷേത്രത്തിലേക്ക് ഹരീഷിനെ കാണാനായി പോയിരിക്കുന്നതാണ്. നീ അവനെ കണ്ട് എന്താ പറയാൻ പോകുന്നതെന്ന് അനഘ ചോദിക്കുമ്പോൾ അതൊക്കെ എനിക്കറിയാമെന്ന് സ്നേഹ പറയുന്നു. അവനെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ചോദിച്ചിട്ട് വേണം നീ വരാൻ. നീ വേണമെങ്കിൽ എന്നെ വിളിച്ചുകൊണ്ട് ഫോൺ ഓണാക്കി കയ്യിൽ പിടിച്ചാൽ മതി, ഞാൻ ബ്ലൂടൂത്ത് വഴി കേട്ടോളാം. അതിൻ്റെ ഒന്നും ആവശ്യമില്ല, നീ പോയി മാറി നിൽക്ക്. അവൻ വരാൻ സമയമായെന്ന് പറഞ്ഞുകൊണ്ട് സ്നേഹ അനഘയെ പറഞ്ഞു മാറ്റി നിർത്തുകയാണ്. അതേസമയം ഹരീഷ് വരികയാണ്. ഹരീഷിനെ ദൂരത്തു നിന്ന് തന്നെ സന്തോഷത്തോടെയും സ്നേഹത്തോടെയും നോക്കി നിൽക്കുകയാണ് അനഘ. ഭഗവാനെ, എല്ലാം സെറ്റാക്കി തന്നേക്കണേ, അല്ല ആളെവിടെയെന്ന് ഹരീഷ് മനസ്സിൽ പറയുകയാണ്. അതേസമയം സ്നേഹ ഹരീഷ് നിൽക്കുന്ന സ്ഥലത്തേക്ക് നോക്കാത്തതിന് ദേഷ്യപ്പെട്ട് നിൽക്കുകയാണ് അനഘ. തുടർന്ന് ഇത് തന്നെയായിരിക്കും അനഘയെന്ന് പറഞ്ഞുകൊണ്ട് സ്നേഹയുടെ പിന്നിൽ ചെന്ന് നിൽക്കുകയാണ് ഹരീഷ്. അതേസമയം അവിടെ വരുന്ന മറ്റൊരാളെ കണ്ട് ഹരീഷാണെന്ന് തെറ്റിദ്ധരിക്കുകയാണ് സ്നേഹ. സ്നേഹ അയാളുടെ അടുത്തേക്ക് പോകാൻ ഒരുങ്ങും മുമ്പ് തന്നെ അനഘ എന്ന് വിളിച്ചുകൊണ്ട് ഹരീഷ് സ്നേഹയുടെ അടുത്തേക്ക് ചെല്ലുന്നു. അനഘ, ഞാൻ ഹരീഷ്, അനഘ തന്നെയല്ലേ എന്ന് ഹരീഷ് ചോദിക്കുമ്പോൾ അതേ എന്ന് സ്നേഹ പറയുന്നു. അങ്ങനെ ഹരീഷും സ്നേഹയും തമ്മിൽ സംസാരിക്കുന്നത് സന്തോഷത്തോടെ നോക്കി നിൽക്കുകയാണ് അനഘ. നമുക്ക് കുറച്ചങ്ങോട്ട് മാറി നിന്നാലോ എന്ന് ഹരീഷ് ചോദിക്കുമ്പോൾ അതേ എന്ന് പറഞ്ഞുകൊണ്ട് മാറി നിൽക്കുകയാണ് സ്നേഹയും ഹരീഷും. ഇത് കാണുന്ന അനഘ പറയുകയാണ്, കണ്ടില്ലേ, അവൻ വിളിച്ച ഉടൻ തന്നെ അവൾ പോയിരിക്കുന്നു. എൻ്റെ ഈശ്വര, ഇനി ഇവരെന്തൊക്കെയാവോ ആവോ സംസാരിക്കാൻ പോകുന്നത്. അതേസമയം തന്നെ അവന്തികയും ആ ക്ഷേത്രത്തിലേക്ക് പ്രാർത്ഥിക്കാനായി എത്തുകയാണ്. തുടർന്ന് തൻ്റെ അച്ഛനെയും ചേച്ചിയെയും കുറിച്ചൊക്കെ പറയുകയാണ് ഹരീഷ്. ഒരു വലിയ പാട്ടുകാരനാകണം എന്നാണ് എൻ്റെ ആഗ്രഹം, അതുവരെ അനഘ കാത്തിരിക്കണം. അതൊക്കെ അവൾ കാത്തിരുന്നോളും എന്ന് പറഞ്ഞു കഴിഞ്ഞാണ് സ്നേഹ തനിക്ക് പറ്റിയ അമളയെക്കുറിച്ച് ആലോചിക്കുന്നത്. അല്ല, താൻ എന്താ പറഞ്ഞതെന്ന് ഹരീഷ് ചോദിക്കുമ്പോൾ അല്ല, ഞാൻ കാത്തിരുന്നോളാം എന്നാ പറഞ്ഞതെന്ന് സ്നേഹ പറയുന്നു. അപ്പോഴാണ് അനഘ അവന്തികയെ കാണുന്നത്. എൻ്റെ ഈശ്വര, ഇവരെങ്ങാനും സ്നേഹയും ഹരീഷിനെയും കൂടി കണ്ടാൽ ആകെ പ്രശ്നമാകും. അതേസമയം തന്നെ കൃത്യമായി അവന്തിക ഹരീഷിനെയും സ്നേഹയും കാണുകയാണ്. ഇതെന്താണെങ്കിലും ധനുഷറിയാതെയുള്ള എന്തോ പ്ലാനാണ്, ഇവളുടെ സെറ്റപ്പാണെന്ന് തന്നെയാണ് തോന്നുന്നത്. എന്താണെങ്കിലും എന്താണെന്നൊന്ന് അറിഞ്ഞിരിക്കാം. അവളുടെ നിൽപ്പും ഭാവമൊക്കെ കണ്ടിട്ട് ഇത് പ്രേമമാണെന്ന് തന്നെയാണ് തോന്നുന്നതെന്ന് അവന്തിക മനസ്സിൽ പറയുന്നു. അതേസമയം അവന്തിക വന്നെന്ന് അറിയിക്കാനായി അനഘ സ്നേഹയുടെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ടെങ്കിലും സ്നേഹ കോൾ കട്ട് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അല്ല, അർജന്റ് കോളാണെങ്കിൽ ഫോൺ എടുത്തോളാൻ ഹരീഷ് പറയുമ്പോൾ വേണ്ട, അനാവശ്യ കോളാണെന്ന് സ്നേഹ പറയുന്നു. അല്ല, അനഘയ്ക്ക് എന്നെ ഇഷ്ടമായോ എന്ന് ഹരീഷ് ചോദിക്കുമ്പോൾ എനിക്കിഷ്ടമായെന്ന് സ്നേഹ പറയുന്നു. ഹരീഷ്, എന്നാൽ സമയം ഒരുപാടായി, നമുക്ക് പിന്നെ കാണാമെന്ന് സ്നേഹ പറയുമ്പോൾ അല്ല, അനഘയെക്കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് ഹരീഷ് പറയുന്നു. അതൊക്കെ ഞാൻ പതിയെ പറയാം, ഇപ്പോൾ എനിക്ക് പോകാൻ സമയമായെന്ന് പറഞ്ഞുകൊണ്ട് സ്നേഹ അനഘയുടെ അടുത്തേക്ക് പോകുന്നതാണ് കാണിക്കുന്നത്. അതേസമയം തന്നെ ഹരീഷും അവിടെ നിന്ന് പോകുന്നു. അത് ശരി, അങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഹരീഷിന്റെ പിന്നാലെ പോവുകയാണ് അവന്തിക. എടി, ഞാൻ നിന്നെ എത്ര വട്ടം വിളിച്ചു, നീ എന്താ ഫോൺ എടുക്കാഞ്ഞതെന്ന് അനഘ ചോദിക്കുമ്പോൾ ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്നത് നീ കണ്ടില്ലേ എന്ന് സ്നേഹ ചോദിക്കുന്നു. ഇടി അവന്തിക കേട്ടത്തി, നീയും ഹരീഷും തമ്മിൽ സംസാരിക്കുന്നതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുകയായിരുന്നു, അതിനുവേണ്ടിയാ ഞാൻ നിന്നെ വിളിച്ചത്. അവന്തിക കേട്ടത്തിയോ, ആ പിശാശ് ഞങ്ങൾ എങ്ങനെ കണ്ടു, നീ എന്താ എന്നിട്ടൊന്നും പറയാതിരുന്നത്? അതിനുവേണ്ടിയല്ലേ ഞാൻ നിന്നെ വിളിച്ചത്, എന്നിട്ട് നീ ഫോൺ എടുത്തില്ലല്ലോ. അല്ല, എന്നിട്ട് അവരെവിടെ പോയെന്ന് സ്നേഹ ചോദിക്കുമ്പോൾ അവന്റെ പിന്നാലെ വെച്ച് പോയിട്ടുണ്ടെന്നും ഇന്നത്തോടെ ഈ പ്രേമമെല്ലാം ഇവിടെ തകർന്നു വീഴുമെന്നും അനഘ പറയുന്നു. അതെന്തെങ്കിലും ആകട്ടെ, അവനാള് കൊള്ളാൻ കേട്ടോ എന്ന് സ്നേഹ പറയുന്നു. അവരിന്ന് എന്താണെങ്കിലും പ്രശ്നമുണ്ടാക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്, എനിക്ക് അതിനെക്കുറിച്ച് ഓർത്ത് പേടിയായിട്ട് മേലെന്ന് അനഘ പറയുന്നു. പിന്നീട് കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ്. സച്ചിയുടെ ഫോൺ വിളികളെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അർച്ചന. അതേസമയം മുറിയിലേക്ക് ചെല്ലുന്ന സച്ചി ലാപ്ടോപ്പ് എടുത്തുകൊണ്ട് പുറത്തേക്ക് പോകാൻ ഒരുങ്ങുമ്പോൾ അർച്ചന സച്ചിയെ തടഞ്ഞു നിർത്തുകയാണ്. അല്ല സച്ചിയേടാ, ഈ ലാപ്ടോപ്പും എടുത്തുകൊണ്ട് എങ്ങോട്ടേക്ക് പോകുന്നു? എനിക്ക് കുറച്ച് വർക്ക് തീർക്കാനുണ്ടെന്ന് സച്ചി പറയുമ്പോൾ അത് ഇവിടെ ഇരുന്ന് ചെയ്യാലോ എന്ന് അർച്ചന പറയുന്നു. താൻ എന്തിനാ എപ്പോഴും എൻ്റെ കാര്യത്തിൽ ഇങ്ങനെ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്? എവിടെ ജോലി ചെയ്യണം, എപ്പോൾ ജോലി ചെയ്യണം എന്നൊക്കെ ഞാനല്ലേ തീരുമാനിക്കുന്നതെന്ന് സച്ചി പറയുമ്പോൾ സച്ചിയേട്ടൻ എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നതെന്ന് അർച്ചന ചോദിക്കുന്നു. ഞാൻ ചൂടായതല്ലടോ, കാര്യം പറഞ്ഞതാ എന്ന് സച്ചി പറയുമ്പോൾ എന്ന സച്ചിയേട്ടൻ ഇവിടെ വന്നിരുന്നേ, എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അർച്ചന സച്ചിയെ പിടിച്ചിരുത്തുകയാണ്. വളച്ചുകെട്ടില്ലാതെ തന്നെ ഞാൻ കാര്യം ചോദിക്കാം, സച്ചിയേട്ടൻ എന്നിൽ നിന്നും എന്തെങ്കിലും ഒളിക്കുന്നുണ്ടോ? സച്ചിയേട്ടന് പരിഹരിക്കാൻ പറ്റാത്തതായ എന്തെങ്കിലും പ്രോബ്ലം സച്ചിയേട്ടൻ്റെ മനസ്സിലുണ്ടോ? എടോ, അങ്ങനെയൊന്നുമില്ല, താനിങ്ങനെ ഓരോ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ ആലോചിച്ച് മനപ്രയാസപ്പെടരുത്. താൻ സന്തോഷമായിട്ടിരിക്കുന്നത് കാണാനാ എനിക്കിഷ്ടം. അത്രയും പറഞ്ഞുകൊണ്ട് അർച്ചനയെ സ്നേഹത്തോടെ ചേർത്ത് പിടിക്കുകയാണ് സച്ചി. പിന്നെ സച്ചിയേട്ടാ, നാളെ രാവിലെ തന്നെ നമുക്ക് പെരുവണ്ണാപുരത്ത് അമ്പലത്തിൽ പോകണം. സച്ചിയേട്ടൻ എൻ്റെ കഴുത്തിൽ താലി കെട്ടിത്തരണം. ആ താലിമാല കഴുത്തിലില്ലാത്തത് കൊണ്ടാണെന്ന് തോന്നുന്നു എനിക്ക് എന്തൊക്കെയോ ഇൻസെക്യൂരിറ്റീസ് തോന്നിക്കൊണ്ടേയിരിക്കുന്നു. ഇത് കേൾക്കുന്ന സച്ചി സ്കാനിങ്ങിന് പോകുന്നതിനെ കുറിച്ച് ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളെല്ലാം ആലോചിക്കുകയാണ്. പോകാമെന്ന് പറഞ്ഞുകൊണ്ട് അർച്ചനയെ ചേർത്ത് പിടിക്കുകയാണ് സച്ചി. എൻ്റെ ഈശ്വര, നാളെ സ്കാനിങ്ങിന് പോകണം, ഇവളുടെ കൂടെ അമ്പലത്തിന് പോകണം, എന്ത് ചെയ്യുമെന്ന് എനിക്കറിയില്ലെന്ന് പറഞ്ഞ് ടെൻഷനോടെ നിൽക്കുന്ന സച്ചിയെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.
കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.